പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് 23 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, കിടപ്പായിപ്പോയവർ, ഇങ്ങനെ ഒരു ആരോഗ്യമുണ്ട് പക്ഷെ കിടന്നു പോയവർ, ചിലപ്പോൾ അപകടം ഉണ്ടായി കിടന്നു പോയവർ, കർത്താവെ പ്രഷർ വന്ന് കിടന്നു പോയവർ, കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലതുകരം ആണിപ്പെടുതാടുന്ന അത്ഭുതകരം ആ കിടന്നുപോയ മക്കളുടെ മേൽ ശരീരത്തിൽ തലയ്ക്കപ്പെടട്ടെ. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവേ,
പടലപ്പിണക്കങ്ങളും തൊഴുത്തിൽ കുത്തുമൂലം കുടുംബത്തിൽ കലഹവും കോലാഹലങ്ങളും സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളും. ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവന സമാധാനം ആശംസിക്കണം. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനോടെ ഭരിക്കും. കർത്താവേ, അടിയൻ്റെ പ്രാർത്ഥന കൊണ്ടും അമ്മയുടെ പ്രത്യക്ഷീകരണം കൊണ്ടും കർത്താവേ, ആ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കളെ വേദനിച്ചുകൊണ്ട് ആശങ്കപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ വിഷമിക്കുന്നുണ്ടോ ആ മേഖലയിലെല്ലാം പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ വിഷയത്തിൽ ദൈവം തീരുമാനമെടുക്കാൻ പോകുന്നു. കർത്താവിൻ്റെ മുമ്പിൽ നീ ജാഗ്രതയോടെ പെരുമാറുക. കർത്താവെ, അകലം വിട്ടുപോകുന്നവർ, രാജ്യം വിട്ടുപോകുന്നവർ, വീട് വിട്ടുപോകുന്നവർ, ഞങ്ങൾ കണ്ണുമ്പിൽ മറയുന്നവർ കർത്താവിൻ്റെ കൃപയാൽ നിറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ജോലിയില്ലാത്തതിൻ്റെ പേരിൽ വിസ പുതുക്കാത്തതിൻ്റെ പേരിലും യാത്രയ്ക്ക് നാട്ടിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ പേരിലും തിരിച്ചു പോകാൻ പറ്റാത്തതിൻ്റെ പേരിലൊക്കെ കുടുങ്ങി കിടക്കുന്നവർ, എൻ്റെ കർത്താവിൻ്റെതുമായ എന്തെങ്കിലും ബന്ധനങ്ങളെ ഞാൻ അർപ്പിച്ച 40 വർഷത്തെ ബലിയുടെ ശക്തിയാൽ ബന്ധിക്കുന്നു, അഴിച്ചു മാറ്റുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഐ കമാൻഡ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ് ആൻഡ് ഡെലിവേർഡ്. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വരം നീക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവേചനപരമാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രധാനപരമാണ്. നമ്മൾ ചോദിച്ചാൽ ആർക്കും ദൈവം തരും. കാര്യം ദാനം എല്ലാവർക്കും ലഭിക്കുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്. ലുക്കായുടെ സുവിശേഷം 12:56. കപടനാട്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട്? കാലത്തെ വ്യാഖ്യാനിക്കാൻ കഴിയണം. ഓരോരോ സമയം വരുമ്പോഴും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അതെന്തിനു വേണ്ടിയാണ്, നമ്മൾ എവിടെയൊക്കെയാണ് കരുതലെടുക്കേണ്ടത്, ഇങ്ങനെ ഇതിനെല്ലാം കൂടി ചേർത്ത് പറയുന്ന വാക്കാണ് ഡിസേൺമെൻ്റ് എന്ന് പറയുന്നത്. ഡിസേൺമെൻറ്റ് ചിന്തിക്കുമ്പോൾ കിട്ടേണ്ടതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടേണ്ടതാണ്. കർത്താവ് ചോദിക്കുന്ന ചോദ്യമില്ലേ, വാട്ട് സ്പിരിറ്റ്സ് ലീഡ്സ് യു? അപ്പോൾ അവരുടെ സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലായി, ശരിക്ക് സ്പോട്ടിൽ മനസ്സിലാക്കണം. ലൂക്ക 9:54. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇതിനാണ് വിവേചനം എന്ന് പറയുന്നത്. സംഭവം കേൾക്കുമ്പോൾ വിവേചനം നമുക്കിപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇത് കൂടാൻ പറ്റത്തില്ലല്ലേ. ഒരാൾ നിറച്ചിങ്ങനെ ആൾക്കാർ നിൽക്കുകയല്ലേ, സെക്കൻഡുകൾക്കുള്ളിൽ റിസൾട്ട് പറഞ്ഞു പോകണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയണത് യെസ് ഓർ നോ പറയേണ്ടി വരും. ചിലപ്പോൾ യെസ് നോ പറയേണ്ടി വരും. അതിന് നമ്മൾ നല്ല എന്നാൽ തന്നെ ജാഗ്രത വേണം, ദൈവജാഗ്രത വേണം, ദൈവമായിട്ട് നല്ല റിലേഷൻസ് വേണം. ഈ വിവേചനത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ അറിയുക, വെളിപാടുകളാണ്. എന്ന് വെച്ചാൽ എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്നില്ല. യോഹന്നാൻ 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഒരു പ്രശ്നം. വിവേചന വരത്തിന് സഹായിക്കുന്നത് വിവേചന ഒരു വെളിപാടാണ്. ശരിക്കും കർത്താവുമായി നല്ല ബന്ധമുള്ളവരാകുമ്പോൾ അതിനകത്തുള്ള വിഷയം നമ്മൾ നശിക്കാൻ ദൈവം ആഗ്രഹിക്കത്തില്ല, നമുക്ക് തെറ്റുവരാൻ ദൈവം അനുവദിക്കത്തില്ല. അതാണ് എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. അതെല്ലാം ഇന്റർകണക്റ്റഡ് ആണ്. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. നമുക്ക് ഇടറുണ്ടാകാൻ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് അപ്പം തന്നെ പറയും ഇത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് പറയും. വിവേചനപരത്തിൻ്റെ ഒരു സോഴ്സ് ഇൻറ്റിമസിയാണ്. ശരിക്കും ഡിസേൺമെൻറ്റ് ഔട്ട് ഓഫ് ഇൻറ്റിമസിയാണ് വരുന്നത്. നമ്മൾ ഇത്രയും നാൾ പഠിച്ച ദൈവശാസ്ത്രങ്ങളല്ല അതിൻ്റെ അകത്ത് വരുന്നത്. ഇതൊരു കരിസ്മാറ്റിക് തിയോളജിയാണ് അതിനകത്ത് വരുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് കാര്യം ദൈവശാസ്ത്രജ്ഞന്മാരല്ല ശരിക്കും ബൈബിളിൻ്റെ ഉപകരണമായിട്ട് വന്നത്, അപ്പോസ്റ്റലിക് കരിസ്മാറ്റിക്സാണ്. അതാണ് വിഷയം. അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളാണ്, ദൈവസ്നേഹത്തിൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങളാണ്. അതിൽ നമ്മൾ പിന്നീട് ദൈവശാസ്ത്രം കണ്ടെത്തിയതാണ്. ഈ അപ്പോസ്തലന്മാർ പറഞ്ഞത് ദൈവ അനുഭവങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള വെളിപാടുകളാണ് പറഞ്ഞിരിക്കുന്നത്.
അതിൻ്റെ ഒന്നാണ് വിവേചനം എന്ന് പറയുന്നത്. വിവേചനത്തിൻ്റെ സോഴ്സാണ്. അപ്പം എപ്പോഴും എൻ്റെ മക്കൾ ദൈവസ്നേഹമുള്ളവരായിരിക്കാൻ, ആ സ്നേഹം ദൈവത്തിനെ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ വിവേചനം പെട്ടെന്നുണ്ടാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.